ഹായ് എവരി വൺ, വെൽക്കം ടു KS റാങ്കർ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 10th ലെവൽ പ്രിലിംസ് എക്സാമിനേഷന് അതിൻ്റെ സിലബസ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആ സിലബസ് അനുസരിച്ചിട്ട് ഒരു 120 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ഈ സിലബസ് കോംപ്രിഹെൻസീവായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഓരോ ദിവസവും നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിലബസിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ ഡെയിലി നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 120 ദിവസം കൊണ്ട് റിവിഷൻ അടക്കം നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ ബേവ്കോ LDC ഇതിനെല്ലാം വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. VFAക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു 140 ദിവസത്തേക്ക് ഓരോ ആഴ്ചത്തെ മൈക്രോ പ്ലാനുകൾ അടക്കമുള്ളത് സെപ്പറേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആ VFAയുടെ ആ ഒരു സ്റ്റഡി പ്ലാനും കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെയിൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വരുന്നുണ്ട്. അപ്പോൾ അതൊരു 140 ദിവസത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓരോ ദിവസവും നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ള മൈക്രോ ടോപ്പിക്കുകളടക്കം അതിലുണ്ടായിരിക്കും. അപ്പം ഇത് LGSനും അതുപോലെ തന്നെ ബേവ്കോ ഈ രണ്ട് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമായിരിക്കും, നമ്മളിപ്പം കറൻ്റ്ലി ഒരു 500 പേർക്ക് മാത്രമായിട്ട് 10th ലെവൽ എക്സാമുകൾക്ക് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിലേക്ക് നിങ്ങൾക്കിപ്പം എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഒരു 500 പേർക്ക്, ആദ്യത്തെ 500 പേർക്ക് മാത്രമാണ് അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവർക്കൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം ഇവിടെ ഓരോരുത്തരും ഓരോ ഡിഫറൻറ്റ് സിറ്റുവേഷനിൽ വരുന്ന ആൾക്കാരാണ്. ഞാൻ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കേസ് പറയാം. ഇതിൽ ഓരോ കാറ്റഗറിയിലായിരിക്കും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരും വരുന്നത്. ഇപ്പോൾ ഓൾറെഡി ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ സെൽഫായിട്ട് തന്നെ ഓൾറെഡി അവരുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവർ സിലബസിൻ്റെ പല ഭാഗങ്ങളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും. ഇനി ആദ്യമായിട്ട് PSCയിലേക്ക് കടന്നു വന്ന് ആദ്യമായിട്ട് പ്രിപ്പറേഷൻ പഠനം തുടങ്ങുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കും. കുറച്ച് കാലം മുമ്പ് PSC പഠിച്ചുകൊണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ഒരു ബ്രേക്ക് വന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇനി ഇതല്ലാത്ത മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് അവർ വളരെ നേരത്തെ തന്നെ 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവർ പഠിച്ചു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെക്കാളും ഫാസ്റ്റായിട്ട് അവർ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകൾക്കൊക്കെ ജോയിൻ ചെയ്തു. പക്ഷേ ആ ക്ലാസ്സുകൾക്ക് ഒപ്പം എത്താൻ കഴിയാതെ അവർ പിന്നിലായി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫറൻറ്റ് കാറ്റഗറിയിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരും വരുന്നത്. ഓരോരുത്തരും എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെയായിരിക്കണം ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അത് കേട്ട് മനസ്സിലാക്കിയിട്ട് പ്രായോഗികപരമായിട്ട് നിങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെ എങ്ങനെ നിങ്ങൾ അത് ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാനെ കുറിച്ചിട്ട് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാം. ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലാൻ തുടങ്ങിയിരിക്കുന്നത് ഇന്നലെ 6th ജനുവരി, ഇന്നലെ എന്ന് പറയാൻ പറ്റില്ല, സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസമാണ്. അപ്പോൾ 6th ജാനുവരി മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തേക്ക് 120 ദിവസത്തേക്ക് ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ദിവസവും ഒരു 30 മിനിറ്റ് സമയം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ്, അതല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ 30 മിനിറ്റ് സമയം നിങ്ങൾ ആനുകാലികം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അതാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഈ ഒരു ആനുകാലികം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ആനുകാലികം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് നിങ്ങൾ ഡെയിലി ഒന്ന് മാറ്റിവെക്കണം. ഓക്കെ, ഈ ഒരു 30 മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ദെൻ അതിനുശേഷം പിന്നീട് വരുന്ന ഒരു 3 മണിക്കൂർ നിങ്ങൾ കോർ കൺസെപ്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കോർ കൺസെപ്റ്റുകൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു വീഡിയോയും കൂടെ ഇത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ KS റാങ്കറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിലായിരിക്കും ഇത്തരത്തിലുള്ള വീഡിയോസ്, ഫ്രീ ക്ലാസ്സുകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ, നോട്ടുകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ KS റാങ്കർ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ടെലഗ്രാം ചാനലിലായിരിക്കും ഈ സ്റ്റഡി പ്ലാനിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതുകൂടാതെ നോട്ട്സും അതുപോലെ തന്നെ ക്വിസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ടെലഗ്രാം ചാനലിലായിരിക്കും. അതും കൂടെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡെയിലി ഒരു 30 മിനിറ്റ് നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ആനുകാലികം പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വീഡിയോസ് കാണുന്ന ആൾക്കാരായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും PDF നോട്ടുകൾ വായിക്കുന്നതായിരിക്കും. ഒരു 30 മിനിറ്റിൽ കൂടുതൽ സമയം ആനുകാലികത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കരുത്. അത് ഓരോ ദിവസവും ഫിക്സഡ് ആയിട്ടുള്ള ഒരു സമയം അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഇനി അടുത്തത് ഒരു 3 മണിക്കൂർ സമയം, അതാണ് കോർ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ പറയാറുണ്ട് GK അടക്കം വരുന്ന കോർ സബ്ജക്റ്റുകൾ. ആ സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂർ മാറ്റിവെക്കണം. ആ സമയം കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ നോട്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്
അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു 3 മണിക്കൂർ സമയം നിങ്ങൾ മാറ്റി വയ്ക്കേണ്ടത്. അത് നിങ്ങൾക്ക് ക്ലാസ്സുകളും സബ്ജക്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ സമയം അത് നിങ്ങൾക്കൊന്ന് റിവിഷന് വേണ്ടിയിട്ട്, ഒരു ഡെയിലി റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് ഉണ്ടായിരിക്കും, ക്ലാസ് നോട്ട്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റഫറൻസ് നോട്ടുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ സമയം നിങ്ങൾ സെപ്പറേറ്റ് മാറ്റി വയ്ക്കണം. എന്ന് വെച്ചാൽ നോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് പക്ക മെറ്റീരിയൽസ്, നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ്, അതല്ലെങ്കിൽ റാങ്ക് ഫയൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ. 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എന്താണോ പഠിച്ചത്, ക്ലാസ്സുകളിലായിട്ട്, ക്ലാസ് നോട്ടുകളിലായിക്കൊണ്ട് നിങ്ങൾ എന്താണോ പഠിച്ചത്, അതേ ടോപ്പിക്ക് 1 മണിക്കൂർ കൊണ്ട് ഒരു റെഫറൻസ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വീണ്ടും പഠിക്കണം. അങ്ങനെ 4 മണിക്കൂർ ടോട്ടൽ നോക്കുന്ന സമയത്ത് 4.5 മണിക്കൂർ സമയം ഒരു ദിവസം നിങ്ങൾക്കായി. ഇനി അതിനുശേഷം പിന്നീട് നിങ്ങൾ നോക്കേണ്ടതാണ് MCQ, റിവിഷൻ, PYQ അനാലിസിസ്, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കി സമയം നിങ്ങൾ മാറ്റിവെക്കണം. ഡെയിലി ഈ PYQ സെഷൻസ് നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം. ഇനി അതല്ലാതെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു അരമണിക്കൂർ സമയം ഈ പറയുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് കൂടാതെ തന്നെ ഒരു അരമണിക്കൂർ സമയം നിങ്ങൾ ഇംഗ്ലീഷ്, മലയാളം, ഈ പറയുന്ന 1 മണിക്കൂർ സമയത്തിൽ ഒരു അരമണിക്കൂർ സമയം നിങ്ങൾ ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ മാത്സ്, ഈ സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ടും ഡെയിലി നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ്, മലയാളത്തിന് വേണ്ടിയിട്ട് ഓരോ ദിവസം അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ മാറ്റി വയ്ക്കണം. അപ്പോൾ ടോട്ടലായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ഡിവിഷൻ ഞാൻ പറയാം. ആദ്യത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തിലെ 30 മിനിറ്റ് എന്ന് പറയുന്നത് 30 അല്ലെങ്കിൽ ഒരു 20 to 30 മിനിറ്റ്, 30 മിനിറ്റ് കൂടാതെ ആനുകാലികം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഒരു 3 മണിക്കൂർ, മാക്സിമം 4 മണിക്കൂർ, അതിൽ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നല്ലത്. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. ആ ദിവസം 4-5 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. അങ്ങനെ ഒരു 3 മണിക്കൂർ മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, കോർ സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അത് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഓരോ ദിവസം ഏത് സബ്ജക്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്, ഏത് ടോപ്പിക്കുകളാണ് കൊടുത്തിരിക്കുന്നത്, അത് പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു 3 മണിക്കൂറുകൾ ക്ലാസ്സുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട്, ക്ലാസ് നോട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. അതിനുശേഷം പിന്നീട് വരുന്ന 1 മണിക്കൂർ നിങ്ങളുടെ കയ്യിലുള്ള നോട്ടുകൾ, അതല്ലെങ്കിൽ റാങ്ക് ഫയലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുന്നതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ. ആ സമയത്ത് നിങ്ങളുടെ വായനയും നോട്ടുണ്ടാക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. അതിനുശേഷം പിന്നീട് വരുന്ന 1 മണിക്കൂർ സമയമുണ്ട്. ആ 1 മണിക്കൂർ സമയങ്ങളിൽ നിങ്ങൾ അരമണിക്കൂർ PYQ അനാലിസിസ് വേണ്ടിയിട്ട്, അതായത് പ്രീവിയസ് ഇയറിലുള്ള 10th ലെവലിൽ ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്ത് സെൽഫായിട്ട് സോൾവ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ മെത്തേഡ്സ് ഫോളോ ചെയ്തുകൊണ്ട് ഓരോ ഏരിയാസും നിങ്ങൾ അതൊന്ന് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഇംഗ്ലീഷും മലയാളവും. അപ്പോൾ ഇത്രയാണ് ഓവറോൾ ഒരു ദിവസത്തെ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഇതിലെ കോർ സബ്ജക്റ്റുകൾ നിങ്ങൾ എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളതാണ് ഇനിയുള്ള സ്റ്റഡി പ്ലാനിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ഇംഗ്ലീഷ്, മലയാളത്തിൻ്റെ സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ഡെയിലി ഇംഗ്ലീഷും മലയാളത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കണം. കാരണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ അത് നിങ്ങൾ പഠിക്കുകയുള്ളൂ. അതിന് സെപ്പറേറ്റ് നിങ്ങൾ വേറെ കാര്യമൊന്നും ചെയ്യണമെന്നില്ല. നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ നോട്ട്സ്, അതായത് കറൻ്റ് നമ്മൾ പറഞ്ഞത് ഇംഗ്ലീഷ്, മലയാളം കവർ ചെയ്യുന്നില്ല എന്നാണ്. എന്നാലും അതിൻ്റെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ സോൾവ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. യൂട്യൂബിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അത് കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ആ ഒരു സെഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ടതാണ്. ഇനി നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. അതായത് നമ്മുടെ ഓരോ ദിവസത്തെ പ്ലാനുകൾ നിങ്ങൾ എങ്ങനെയായിരിക്കണം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ശ്രമിക്കാം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോക്കിപ്പോൾ. അപ്പോൾ ഓരോ ദിവസത്തെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോരോ സെക്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ഒരു 20 ദിവസം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ജനുവരി 6 ഇന്നത്തെ ദിവസം നിങ്ങൾ പഠിക്കേണ്ടത് ഓക്കെ 1857, അതായത് മോഡേൺ ഹിസ്റ്ററിയാണ് വരുന്നത്. 1857 സ്വാതന്ത്ര്യ സമരം, അതിൻ്റെ കാരണങ്ങൾ, പ്രധാന നേതാക്കൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ഇൻഫർമേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നോട്ട്സുകൾ, അതുപോലെ തന്നെ അസോസിയേറ്റ് ആയിട്ട് വരുന്ന മറ്റ് മെറ്റീരിയൽസ് ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെങ്ങനെ ആക്സസ് ചെയ്യണം എന്നുള്ളതും ഇന്ന് തന്നെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. ഓക്കെ, അതല്ലാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസത്തത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇവിടെ ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങൾ ഈ ഒരു ഓർഡറിലായിരിക്കണം പഠിച്ചു പോകേണ്ടത് എന്നുള്ളത്. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഡിഫറൻറ്റ് കാറ്റഗറിയിലായിരിക്കും. ഇപ്പോൾ ആദ്യമായിട്ട് പഠിച്ച് തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സിലബസ് തന്നെ ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവർക്ക് ഓരോ ദിവസത്തെ മെറ്റീരിയലും ആപ്പിൽ കിട്ടുന്നതായിരിക്കും. KS റാങ്കർ ആപ്പിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ KS റാങ്കർ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് അതേ മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ ഈ ഒരു സിലബസിനൊപ്പം തന്നെ പഠിച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്.
അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഈ സിലബസ് നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അതല്ലാതെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്, ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മൊത്തം സിലബസിനെ ഡീകോഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സിവിൽ നിസ്സഹകരണ പ്രസ്ഥാനം. ഓക്കെ, അനുസരണ പ്രസ്ഥാനം എന്നല്ല, നിസ്സഹകരണ പ്രസ്ഥാനം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ടൈപ്പിങ്ങിൽ വന്ന ചെറിയൊരു എററാണ്. അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ സിവിൽ നിസ്സഹകരണ പ്രസ്ഥാനം വരുന്നുണ്ട്. അപ്പോൾ സിവിൽ നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ് ഇന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ജനുവരി 6-ാം തീയതി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് ടെൻഷൻ ആവേണ്ട, വെറീഡ് ആവേണ്ട. നിങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ താല്പര്യമുള്ളത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ദിവസം കൊടുത്തിരിക്കുന്നത്, അതായത് ഇന്ന് നിങ്ങൾ എടുക്കുന്നത് ഈ ഒരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഇത് മുഴുവൻ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അത് ടിക്കറ്റ് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്ട്രൈക്ക് ചെയ്യാം. ഓക്കെ, അതങ്ങ് വെട്ടിക്കളയാം. ആ ഭാഗം നിങ്ങൾ കംപ്ലീറ്റ് ആക്കി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് ഇപ്പം 6-ാം തീയതിക്ക് പകരം നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു ദിവസത്തെ സബ്ജക്റ്റാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ആ അന്നത്തെ ദിവസം കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന മുഴുവൻ ഭാഗങ്ങളും കവർ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ജനുവരി 6-ാം തീയതി നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് മോഡേൺ ഹിസ്റ്ററി അല്ല. ഓക്കെ, അതിന് പകരം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഭരണഘടനയാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത്. അപ്പോൾ നിങ്ങൾ എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ അടിസ്ഥാന അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ജനുവരി 6-ാം തീയതി നിങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ, മൗലിക അവകാശങ്ങളാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ അന്നത്തെ ദിവസം ഒന്ന് ഓടിച്ച് നോക്കണം. ഓക്കെ, അന്നത്തെ ദിവസങ്ങളിൽ മുഴുവൻ ആയിക്കൊണ്ട് അത് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മൗലിക കടമകളാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നോക്കണം, പകുതിക്ക് വെച്ച് നിർത്തരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. അതായത് ജനുവരി 6-ാം തീയതിക്ക് പകരം ജനുവരി 8-ാം തീയതിയുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ദിവസം നിങ്ങൾ അന്ന് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, പകുതിക്ക് വെച്ച് നിർത്തി പോകരുത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ ദിവസം നിങ്ങൾക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എക്സ്ചേഞ്ച് ചെയ്ത് പഠിക്കാം. ഇനി നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി പഠിച്ചു വരുന്ന ആൾക്കാരാണ്, ഇപ്പോൾ കോച്ചിങ്ങും ക്ലാസ്സുകളൊക്കെ കേട്ട് നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതാത് ഭാഗങ്ങൾ നിങ്ങൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി എത്ര ദിവസം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം, സിലബസിൻ്റെ ഏതെല്ലാം ഭാഗങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, ഏത് ഭാഗമാണ് നിങ്ങൾ വിട്ടു പോയിട്ടുള്ളത്. അങ്ങനെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ട്, നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു PDF നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് എഴുതി വെക്കാം. ഇപ്പോൾ ഈ പറയുന്ന അടിസ്ഥാന അവകാശങ്ങൾ നിങ്ങൾക്ക് ഒരു ദിവസം അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങൾ പഠിച്ചത് ആർട്ടിക്കിൾ 19, 20, 30 അല്ലേ, അങ്ങനെ ലൈക്ക് ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾസ്. അപ്പോൾ ആർട്ടിക്കിൾ 19 മുതൽ 23 അല്ലെങ്കിൽ 24 വരെയാണ് നിങ്ങൾ പഠിച്ചത് എന്നുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതി വയ്ക്കുക. ആർട്ടിക്കിൾ 19 മുതൽ 23 വരെ പഠിച്ചു, ബാക്കി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു റിമൈൻഡറായിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ ഒരു പ്രോഗ്രസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരും ഇത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്കാണ്. എല്ലാവരും ഇത് ഇതേപോലെ 1-ാമത്തെ ദിവസം മുതൽ 120-ാമത്തെ ദിവസം വരെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നല്ല. നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ എന്താണോ പഠിക്കുന്നത്, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നാളത്തെ ദിവസം ഒരു മിനി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാണ്. ആ മിനി ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മിനി ടെസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക. അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ടിക്കറ്റ് വെക്കാം. രണ്ടാമത് വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു ടിക്കറ്റ് വെക്കുക. അപ്പോൾ 2 തവണ റിവൈസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഈ പറയുന്ന ഒരു സ്റ്റഡി പ്ലാനിനെ സ്ട്രക്ചറലായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത്. ഓക്കെ, കൃത്യമായിട്ട് അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ എന്നാണ് നിങ്ങളുടെ റിവിഷൻ വരേണ്ടത് എന്നുള്ളതും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് അക്കോർഡിംഗ്ലി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 120 ദിവസം കൊണ്ട് നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 120 ദിവസം കൊണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരേപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു 2 മണിക്കൂറേ പഠിക്കാൻ പറ്റുന്നുള്ളൂ. വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നോ 2 മണിക്കൂറേ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം 2 മണിക്കൂർ പഠിക്കുക. നിങ്ങൾ അന്ന് മാറ്റി വെച്ച ഭാഗം ഏതാണെന്നുള്ളത് ഇവിടെ എഴുതി വയ്ക്കുക. അടുത്ത ദിവസം നിങ്ങൾ കുറച്ചുകൂടെ ഫ്രീ ആയി, നിങ്ങൾക്ക് ഒരു 8 മണിക്കൂർ പഠിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബാക്കി വെച്ച ഭാഗം കൂടെ അതാത് ദിവസങ്ങളിൽ കംപ്ലീറ്റ് ആക്കുക. ഒരിക്കലും ഒരു ഭാഗം മാത്രം പഠിച്ചു. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യണം, മത്സ്യബന്ധനം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, കേരളത്തിലെ മത്സ്യബന്ധനം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. അല്ലെങ്കിൽ കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ അത് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുക. പ്രധാനപ്പെട്ട വൈദ്യുത പദ്ധതികൾ നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ആ ഭാഗം കംപ്ലീറ്റ് ആക്കി. ഓക്കെ, അന്നത്തെ ദിവസം നിങ്ങൾക്ക് വീണ്ടും പഠിക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസത്തെ എടുത്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം.
കാരണം പിന്നെ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് അതും എന്ത് ചെയ്യാം, ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. അതായത് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് 2 ദിവസത്തിൽ നിങ്ങൾ ഒരു ദിവസം പഠിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ലീവ് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ദിവസം നഷ്ടപ്പെട്ടാലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. അപ്പോൾ അതും നിങ്ങളിവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾ ഏൺ ചെയ്ത ദിവസം, അതിനെ നിങ്ങൾക്ക് ഏൺ ചെയ്ത ദിവസം എന്ന് പറയാം. കാരണം 2 ദിവസം കൊണ്ട് പഠിക്കേണ്ടത് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് പഠിച്ചു. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെക്കാളും ഒരു ദിവസം മുമ്പിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ദിവസം നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാലും, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയാതെ പോയി കഴിഞ്ഞാലും ഒട്ടും പേടിക്കേണ്ട. കാരണം നിങ്ങൾ ആ ഒരു ദിവസം മറ്റൊരു ദിവസം പഠിച്ച് തീർത്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ പഠനത്തിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് അനാലിസിസ് നടത്തി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യുക. ഓരോ ദിവസം വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സ്റ്റഡി പ്ലാൻ കൊടുത്ത സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് അതിനെ വലിച്ചു നീട്ടിയിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പം ഇത്രയും ദിവസങ്ങളിലായിക്കൊണ്ടാണ് പ്രധാനമായിട്ടും നിങ്ങൾ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിനൈസൻസ് മുഴുവനായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പം ഓരോ ഭാഗം കൊടുക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് കാര്യങ്ങളും കൂടെ കവർ ചെയ്യണം. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നോട്ട്സ് അത് നോക്കി റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ മെറ്റീരിയൽ നോട്ട്സ് എന്ന് പറയുന്ന സമയത്ത് അത് നിങ്ങൾ പെയ്ഡ് ആക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിക്കണമെന്ന് വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ 500 പേർക്ക് അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്കത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് KS റാങ്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആ KS റാങ്കർ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് ഞാനിവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അങ്ങനെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ന്യൂലി ആഡഡ് കോഴ്സിൽ അല്ലെങ്കിൽ PSC 10th ലെവൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗങ്ങളിലായിക്കൊണ്ട് ഈ പറയുന്ന PSC 10th ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കോഴ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ കോഴ്സ് എടുത്തിട്ട് അതിൽ ഫ്രീ പ്ലാനിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി അതല്ല, നിങ്ങളിപ്പം ഈ ഒരു 500 നിങ്ങൾ ഉൾപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് പെയ്ഡ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ ആ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള 500 പേർക്ക് മാത്രമായിട്ടുള്ള ഒരു ഓഫറായിട്ടാണ് ഇത് നിൽക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. യെസ്, അങ്ങനെ ആ ഒരു റിവിഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഓരോ ദിവസത്തെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, നോട്ട്സ്, അതൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നോട്ട്സ് കാര്യങ്ങളൊക്കെ എവിടെയാണ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതിന് മറ്റൊരു വീഡിയോ കൂടെ ഉണ്ടായിരിക്കും. ജസ്റ്റ് KS റാങ്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ ചാനലിലായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഇങ്ങനെ 120 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഒരു ചെറിയ സിലബസാണ്, ഒരുപാട് വലിയ സിലബസ് ഒന്നും അല്ല. കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 120 ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കുക, ഓരോ മൈക്രോ ഡേ ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓരോ 20 ദിവസം വെച്ചുകൊണ്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 20x6 അങ്ങനെ 6 സെക്ഷൻസ് ആയിക്കൊണ്ട് നമുക്ക് ഈ പറയുന്ന മുഴുവൻ ഭാഗങ്ങളും കവർ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെറും 120 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ആക്കാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ദെൻ ഈ ഒരു PDF നിന്ന് തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഉള്ളതും അതുപോലെ തന്നെ KSranker.com, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് കോഴ്സിൽ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും സാധിക്കുന്നതാണ്. ഓക്കെ, ദെൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും മറക്കരുത്. ടെലഗ്രാം ചാനൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാം. അവിടെ ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ ഓരോ ദിവസം ഈ പറയുന്ന ഒരു ഭാഗം മാത്രമായിരിക്കണം പഠിക്കേണ്ടത് എന്നുള്ളതല്ല. ഇപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ, അതിലെ ലക്ഷ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, പഞ്ചവത്സര പദ്ധതികൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോന്ന് വരുന്ന സമയത്ത് ഓരോന്നുമായിട്ട് ഇമ്പോർട്ടൻറ്റ്, ഇത് കാരണം ഹിസ്റ്ററിയുടെ ഭാഗമാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളുടെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഒരുപാട് അല്ലാതെ ഇവിടെ എന്ത് ചെയ്യരുത്, ഈ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾക്ക് തന്നത് എന്നല്ല. നിങ്ങൾക്ക് ഒരു ദിവസത്തെ ആ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 3.5-4 മണിക്കൂർ കൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഈ ഒരു ചെറിയ ടോപ്പിക് മാത്രമല്ല പഠിക്കുന്നത്, അഡീഷണൽ ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളും പഠിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. ഇതും കൂടെ നിങ്ങൾ നോക്കി ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലായിരിക്കും. ഓക്കെ, ഡെയിലി എങ്ങനെയാണ് നിങ്ങളുടെ സമയം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ആദ്യത്തെ 30 മിനിറ്റ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ദിവസത്തെ ഒരു 30 മിനിറ്റ് കറണ്ട് അഫയേഴ്സ് ആനുകാലികത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ദെൻ ഒരു 3 മണിക്കൂർ അത് നിങ്ങളുടെ ഈ കോറായിട്ട് നമ്മുടെ ഈ സിലബസിൽ കൊടുത്തിരിക്കുന്ന ആ ഭാഗങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന സമയമാണ് അത് ഏകദേശം ഒരു 1 മണിക്കൂർ സമയം നിങ്ങൾ നോട്ടുകൾ അല്ലെങ്കിൽ റാങ്ക് ഫയലുകൾ ഇതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് വരുന്ന 1 മണിക്കൂർ അതിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷ്
മലയാളം, ഇതും ഡെയിലി ഒരു 30 മിനിറ്റ് ചെയ്യുക. അതായത് ഇന്ന് നിങ്ങൾ ഇംഗ്ലീഷ് ചെയ്തിരുന്നുണ്ടെങ്കിൽ നാളെ മലയാളം ചെയ്യുക. ജനുവരി 6 ഇന്നത്തെ ദിവസം നിങ്ങൾ ഇംഗ്ലീഷാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് നിങ്ങൾ എന്ത് ചെയ്തു, 30 മിനിറ്റ് പ്രാക്ടീസ് ചെയ്തു. നാളെ നിങ്ങൾ മലയാളം പ്രാക്ടീസ് ചെയ്യുക, മറ്റന്നാൾ വീണ്ടും ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഇതാണ് നിങ്ങൾക്ക് നൽകുന്ന സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഇതൊന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നോട്ട്സുകൾ ഓരോ ദിവസത്തതും രാവിലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ നോട്ട്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ നോട്ട്സ് എങ്ങനെ ഉപയോഗിക്കണം, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതിനും ഇതുപോലൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. കാരണം എത്ര പേര് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. കൂടുതൽ ആൾക്കാരും LSGSന് വേണ്ടിയിട്ടൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതല്ല, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു 140 ദിവസം കൊണ്ട് മെയിൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ അവർക്ക് വേണ്ടിയിട്ടും നൽകുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്ന ഓരോ ഡിഫറെൻറ്റ് സോഴ്സസും കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. സോ വിഷ് യു എവരി വൺ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കമ്പനി ബോർഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് 2 കോഴ്സുകളാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടിരിക്കുന്നത്. ഒന്ന് ടെസ്റ്റ് സീരീസ് പ്ലസ് മെൻറ്റർഷിപ്പ് ബാച്ച് വരുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് സീരീസ് പ്ലസ് മെൻറ്റർഷിപ്പ് ബാച്ചിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് നമ്മുടെ യൂട്യൂബിലൊക്കെയുള്ള ക്ലാസ്സുകളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ക്ലാസ്സസ്, യൂട്യൂബിൽ നടക്കുന്ന ക്ലാസ്സുകളുടെ റെഗുലർ ക്ലാസ്സുകളുടെ, അതായത് സബ്ജക്റ്റ് ബേസ് ആയിട്ടുള്ള കോർ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളുടെ ഒക്കെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതാണ് ടെസ്റ്റ് സീരീസ് ബാച്ച് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ അകത്ത് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. കറൻ്റ്ലി നമ്മുടെ ടെസ്റ്റ് സീരീസ് റണ്ണിങ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായിരിക്കും. ടെസ്റ്റ് സീരീസ് നിങ്ങൾ ആ ഒരു കോഴ്സ് സെഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മിനി ടെസ്റ്റ്, അതും സെപ്പറേറ്റ് ആയിട്ട് ഓരോ സബ്ജക്റ്റുകൾ, ഓരോ ക്ലാസ്സുകൾ കഴിയുന്നതിനനുസരിച്ചിട്ട് മിനി ടെസ്റ്റും ആഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ലാതെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോഗ്രാഫിക്സ് അടക്കമുള്ള നോട്ട്സ് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ബാച്ചിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മെൻറ്റർഷിപ്പ് ബാച്ച് അതിലേക്ക് വരുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ടുള്ള PYQ ഡിസ്കഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് സെഷൻസ്, ദെൻ റിവിഷൻ ക്ലാസ്സസ്, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് മെൻറ്റർഷിപ്പ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഒരു കോംബോ ഓഫർ, അതായത് ടെസ്റ്റ് സീരീസ് പ്ലസ് മെൻറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോംബോ ഓഫർ ഇപ്പോൾ കറൻ്റ്ലി 1200 രൂപയാണ് ഈ 2 ബാച്ചിനും കൂടെ വരുന്നത്. ഇനി ഇതിൽ ടെസ്റ്റ് സീരീസ് ബാച്ച് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് ബാച്ച് മാത്രമായിട്ട് ആക്സസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതും കറൻ്റ്ലി നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ പറയുന്ന എല്ലാ സബ്ജക്റ്റുകളും ഇതിൽ കവേർഡാണ്. ഇനി ഇതിൽ നമ്മൾ കവേർഡ് ആവാത്ത സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയാണ്. പക്ഷേ വേൾഡ് ഹിസ്റ്ററി കവർ ആവില്ല എന്ന് പറയുന്ന സമയത്തും നമ്മൾ കവർ ആവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ബട്ട് നമ്മൾ അതിൻ്റെ നോട്ടുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു 1 ടൈം നിങ്ങൾ റീഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലുള്ള നോട്ടുകൾ. ഇത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മലയാളം നോട്ട്സ് പ്രൊവൈഡ് ചെയ്യില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ മലയാളം നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ഇതിനും നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്നാലും ഇപ്പോഴത്തെ നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് കറൻ്റ്ലി പറയുന്നത്. ബട്ട് അതിനെന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കോഴ്സുകൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ KS റാങ്കറിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാം. അതല്ലെങ്കിൽ KS റാങ്കറിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്നും കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. സോ ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം.